ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ഈ വീഡിയോ എന്ന് പറയുന്നത് ഫസ്റ്റ് സെമ്മിലെ ഹിസ്റ്ററി ഓഫ് ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൻ്റെ മൊഡ്യൂൾ 1-ൻ്റെ ചാപ്റ്റർ 2-ാമത്തെ വീഡിയോ ആണ്. ഒന്നാമത്തെ വീഡിയോയിൽ ഫ്രം റോമൻസ് ടു നോർമൻസ്, അതായത് ബ്രിട്ടനിലേക്ക് കുടിയേറി വന്ന കെൽറ്റ് എന്നുള്ള ട്രൈബ് വിഭാഗം മുതൽ പിന്നീട് നോർമൻ കോൺക്വസ്റ്റ് വരെ എത്തി നിൽക്കുന്ന കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഇവിടെ നമ്മൾ നോക്കാൻ പോകുന്നത് ആംഗ്ലോ സാക്സൺ ലിറ്ററേച്ചറിനെ പറ്റിയാണ്. നമ്മൾ അവിടെ പറഞ്ഞു ആംഗ്ലോ സാക്സൺ കോൺക്വസ്റ്റ് എന്ന് പറയുന്നത് ഇംഗ്ലണ്ടിൻ്റെയും ഇംഗ്ലീഷിൻ്റെയും ഹിസ്റ്ററിയിൽ തന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മൈഗ്രേഷൻ ആയിരുന്നു. കാരണം എന്താണ്? ആംഗ്ലോ സാക്സൺസിൻ്റെ ഭാഷ എന്തായിരുന്നോ അതിനെയാണ് നമ്മൾ ഇംഗ്ലീഷ് എന്ന് പറയുന്നത്. ആ സമയത്തെ ഇംഗ്ലീഷിനെ നമ്മൾ ഓൾഡ് ഇംഗ്ലീഷ് എന്ന് പറയുന്നു. പിന്നീട് അത് മിഡിൽ ഇംഗ്ലീഷായി, ഇപ്പോൾ ദാ മോഡേൺ ഇംഗ്ലീഷായി, നമ്മളിപ്പോൾ പറയുന്ന ഇംഗ്ലീഷ് പോലെ ആയിരിക്കുന്നു. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ആംഗ്ലോ സാക്സൺസിൻ്റെ ലിറ്ററേച്ചറാണ് നമുക്കിനി നോക്കാനുള്ള ആംഗ്ലോ സാക്സൺ ലിറ്ററേച്ചർ. ഈ മൊഡ്യൂളിൽ നമ്മൾ പറഞ്ഞു പോകുന്നത് കുറച്ച് കാര്യങ്ങൾ, വളരെ കുഞ്ഞു ചാപ്റ്ററാണ്. മൊഡ്യൂൾ അല്ല, ചാപ്റ്റർ. ഈ ചാപ്റ്ററിൽ നമ്മൾ പറയുന്നത് ആംഗ്ലോ സാക്സൺ ലിറ്ററേച്ചറിൻ്റെ അറിവ്, അതായത് എത്ര വർഷം പഴക്കമുള്ളതാണ്, നമുക്ക് എങ്ങനെയാണ് ഇതൊക്കെ അറിയാൻ സാധിച്ചത്, അത് ഏതൊക്കെ വഴിയിലൂടെയാണ്, അത് നമ്മൾ പറയുന്നു. ആ സമയത്തെ പോയിട്രിയുടെ കാര്യം പറയുന്നു. പോയിട്രിയുടെ കാര്യം പറയുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ബിയോൾഫ് എന്ന് പറയുന്ന വർക്കാണ്. അതൊരു കവിതയാണ്. ആ കവിതയെ പറ്റി നമ്മൾ പറയുന്നുണ്ട്. പിന്നെ 2 റൈറ്റേഴ്സിനെ പറ്റി പറയുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ പ്രോസ് പറയുന്നു, ആംഗ്ലോ സാക്സൺ പ്രോസ്. ഇനി പ്രോസ് പറയുന്ന സമയത്ത് പ്രോസിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് കോൺട്രിബ്യൂഷൻസ് കൊടുത്തിട്ടുള്ളത് കിങ് ആൽഫ്രഡ് ആണ്. അദ്ദേഹത്തിനെ പറ്റി പറഞ്ഞ് അദ്ദേഹത്തിനെയും ബീഡിനെയും പറ്റി പറഞ്ഞുകൊണ്ട്, ബീഡ് എന്ന് പറയുന്ന ഒരു റൈറ്റർ കൂടെ ഉണ്ട്, അദ്ദേഹത്തെയും പറ്റി പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ ചാപ്റ്റർ അവസാനിപ്പിക്കും. ഈ പോയിട്രി പ്രോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പോയിട്രി എന്ന് പറഞ്ഞാൽ കവിതയല്ലാത്ത എന്തിനേയും നമുക്ക് പ്രോസ് എന്ന് പറയാം. സ്റ്റോറി, ട്രാവൽ റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലായോ? കവിതയല്ലാതെ എഴുതുന്ന എല്ലാം നമുക്ക് പ്രോസ് എന്ന് പറയാം. ഓക്കെ, ഈ നമ്മൾ ഈ മലയാളത്തിൽ പദ്യം, ഗദ്യം എന്നൊക്കെ പറയത്തില്ലേ, അത് തന്നെയാണ് ഈ പോയിട്രിയും പ്രോസും. അപ്പോൾ പോയിട്രിയും പ്രോസും പിന്നെ കിങ് ആൽഫ്രഡിനെയൊക്കെ പറ്റി പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ ചാപ്റ്റർ അവസാനിപ്പിക്കുന്നു. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമുക്കടുത്ത് മൊഡ്യൂൾ 1-ലെ 2-ാമത്തെ ചാപ്റ്റർ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓൾഡ് ഇംഗ്ലീഷ് അല്ലെങ്കിൽ ആംഗ്ലോ സാക്സൺ പീരിയഡ്, അവിടുത്തെ ലിറ്ററേച്ചറാണ് നമ്മൾ നോക്കുന്നത്. ഓൾഡ് ഇംഗ്ലീഷ് ഈസ് റിമാർക്കബിൾ ഫോർ ദ റിച്ച്നെസ് ഓഫ് ഇറ്റ്സ് എക്സ്പ്രഷൻ. ഓൾഡ് ഇംഗ്ലീഷ് അഥവാ ആംഗ്ലോ സാക്സൺസിൻ്റെ ഭാഷ, അഥവാ ആംഗ്ലോ സാക്സൺ കോൺക്വസ്റ്റ് ഉണ്ടായിരുന്നപ്പോഴുള്ള ഭാഷ. ഓക്കെ, ഓൾഡ് ഇംഗ്ലീഷ് ഈസ് റിമാർക്കബിൾ ഫോർ ദ റിച്ച്നെസ് ഓഫ് ഇറ്റ്സ് എക്സ്പ്രഷൻ. അതായത് നമ്മൾ ഉപയോഗിക്കുന്ന ഭാഷയായ ഇംഗ്ലീഷ് പോലെയല്ല ഓൾഡ് ഇംഗ്ലീഷ് എന്ന് പറയുന്നത്. വലിയ വലിയ കോംപ്ലക്സ് ആയിട്ടുള്ള വാക്കുകളും വലിയ യൂസേജും, എന്ന് വെച്ചാൽ വലിയ ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ലാംഗ്വേജ് ആയിരുന്നു ഓൾഡ് ഇംഗ്ലീഷ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഓൾഡ് ഇംഗ്ലീഷ് വാസ് റിച്ച് ഇൻ എക്സ്പ്രഷൻസ്. ആംഗ്ലോ സാക്സൺ ലിറ്ററേച്ചർ ഈസ് ആൻ ഇൻ്റഗ്രൽ പാർട്ട് ഓഫ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ. ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൻ്റെ ഒരു പ്രധാന ഭാഗമാണ് ആംഗ്ലോ സാക്സൺ ലിറ്ററേച്ചർ അല്ലെങ്കിൽ ഓൾഡ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എന്ന് പറയുന്നത്. ഓൾഡ് ഇംഗ്ലീഷ് ലിറ്ററേച്ചറിലും ആദ്യം പോയട്രിയാണ്, പോയട്രിക്ക് ശേഷമാണ് പ്രോസ് വരുന്നത്. ദ ഏർലിയസ്റ്റ് പോയറ്റ്സ് ഇൻ ഓൾഡ് ഇംഗ്ലീഷിലെ ഏർലിയസ്റ്റ് പോയറ്റ്സ് എന്ന് വിശ്വസിക്കുന്നത് ഗ്ലീമൻസിനെയും മിൻസ്ട്രൽസിനെയാണ്. അതായത് ഈ രാജസന്നിധിയിൽ കൊട്ടാരത്തിലൊക്കെ പാട്ട് പാടുന്ന ആൾക്കാരില്ലേ, അതുപോലെ തന്നെ ഉത്സവങ്ങൾക്കൊക്കെ പാട്ട് പാടുന്ന ആൾക്കാരില്ലേ, അവരെയാണ് ആദ്യകാല ഓൾഡ് ഇംഗ്ലീഷ് പോയറ്റ്സ്, ആദ്യകാലത്തെ ഓൾഡ് ഇംഗ്ലീഷ് കവികളെന്ന് വിശ്വസിക്കുന്നത് അവരെയാണ്. With the advent of Christianity, the themes took on a Christian coloring. ക്രിസ്ത്യാനിറ്റി വന്നതോടുകൂടി ആ സമയത്തുണ്ടായിരുന്ന കവിതകൾക്കെല്ലാം തന്നെ ഒരു ക്രിസ്ത്യാനിറ്റി ടച്ച് കിട്ടാനായിട്ട് തുടങ്ങി. എല്ലാ കവിതകളുടെയും ആശയത്തിൽ ഒരു ക്രിസ്ത്യൻ ബിലീഫ് കയറി വരാനായിട്ട് തുടങ്ങി. ഓൾഡ് ഇംഗ്ലീഷ് പോയിട്രിയെ 3 ഗ്രൂപ്പായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? ഹീറോയിക്, എലിജിയാക്, ക്രിസ്ത്യൻ. ഹീറോയിക്, എലിജിയാക്, ക്രിസ്ത്യൻ എന്ന 3 തരത്തിൽ ഓൾഡ് ഇംഗ്ലീഷ് പോയിട്രിയെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ആംഗ്ലോ സാക്സൺ ലിറ്ററേച്ചറിനെ പറ്റി അല്ലെങ്കിൽ ഓൾഡ് ഇംഗ്ലീഷ് ലിറ്ററേച്ചറിനെ പറ്റി നമുക്ക് അറിവ് ലഭിക്കുന്നത് 4 മാനുസ്ക്രിപ്റ്റിൽ നിന്നാണ്. മാനുസ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞാൽ എഴുതി തയ്യാറാക്കുന്ന ബുക്കുകളെയാണ് നമ്മൾ മാനുസ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്. 4 മാനുസ്ക്രിപ്റ്റിൽ നിന്നാണ് നമുക്ക് ഓൾഡ് ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൻ്റെ, ആംഗ്ലോ സാക്സൺ ലിറ്ററേച്ചറിനെ പറ്റിയുള്ള അറിവുകൾ ലഭിക്കുന്നത്. ആ 4 മാനുസ്ക്രിപ്റ്റ് ഏതൊക്കെയാണ്? ഒന്നെന്ന് പറയുന്നത് ദ മാനുസ്ക്രിപ്റ്റ്സ് കളക്റ്റഡ് ബൈ സർ റോബർട്ട് കോട്ടൺ,
They include Beowulf and Judith at the British Museum. ബ്രിട്ടീഷ് മ്യൂസിയത്തിൽ ഇപ്പോൾ പ്രിസർവ് ചെയ്തിരിക്കുന്ന സർ റോബർട്ട് കോട്ടൺ കളക്ട് ചെയ്ത മാനുസ്ക്രിപ്റ്റ് ആണ് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ്. കാരണം അതിനകത്താണ് ബിയോൾഫും ജൂഡിത്തൊക്കെ വരുന്നത്. ബിയോൾഫ് ആംഗ്ലോ സാക്സൺ ലിറ്ററേച്ചറിലെ തന്നെ ഏറ്റവും സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു വർക്ക് എന്നാണ് കണക്കാക്കുന്നത്. Codex Exonesis or the Exeter book given to the Exeter Cathedral by Bishop Leofre containing pious poems, half pagan lyrical and elegiac poems, riddles and sententious verses. എക്സിറ്റർ കത്തീഡ്രലിന് വേണ്ടി ബിഷപ്പ് ലിയോഫോർ നൽകിയ കോഡെക്സ് എക്സേനേസിസ് അല്ലെങ്കിൽ എക്സിറ്റർ ബുക്ക്, ഈ രണ്ടുപേരും അതിനെ പറയാറുണ്ട്. കോഡെക്സ് എക്സോനേസിസ് അല്ലെങ്കിൽ എക്സിറ്റർ ബുക്ക്, ഇതാണ് ബിഷപ്പ് ലോഫ്രി എക്സിറ്റർ കത്തീഡ്രലിന് നൽകുന്നത്. ഈ മാനുസ്ക്രിപ്റ്റും നമ്മൾ അതിൽ ഒന്നായിട്ട് പരിഗണിക്കാറുണ്ട്. കാരണം അതിനകത്ത് പയസ് പോയംസ്, ഹാഫ് പേഗൻ ലിറിക്കൽസ്, പയസ് പോംസ് എന്ന് പറഞ്ഞാൽ റിലീജിയസ് ആയിട്ടുള്ള കവിതകളും, ഹാഫ് പേഗൻ എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യൻസ് അല്ലാത്ത ഒരുപാട് ദൈവങ്ങളെ ആരാധിക്കുന്ന ഒരു ജനവിഭാഗത്തിനെയാണ് നമ്മൾ പേഗൻ എന്ന് പറയുന്നത്. ഹാഫ് പേഗൻ ലിറിക്കും എലിജിയാക് പോയംസും റിഡിൽസും സെന്റൻഷ്യസ് വേഴ്സസ്, അതായത് വാക്യങ്ങൾ പോലുള്ള കവിതകളൊക്കെ അടങ്ങിയിരുന്ന മാനുസ്ക്രിപ്റ്റ് ആയിരുന്നു അത്. അടുത്ത മാനുസ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് വേഴ്സലി ബുക്ക് ഫൗണ്ട് ഇൻ ദ വേഴ്സലി ലൈബ്രറി ഇറ്റലി കംപ്രൈസിങ് റിലീജിയസ് പോയംസ് അടങ്ങിയിട്ടുള്ള ഇറ്റലിയിലെ വേഴ്സലി ലൈബ്രറിയിൽ നിന്ന് കണ്ടെടുത്ത വേഴ്സലി ബുക്കാണ് അതിൽ ഒന്ന്. ഇനി അവസാനത്തത് ദ ജൂനിയസ് മാനുസ്ക്രിപ്റ്റ് ഓർ കോഡെക്സ് ജൂനിയസ്, രണ്ട് പേര് പറയാറുണ്ട്. The Junius manuscript or Codex Junius in the Bodleian Library at Oxford, which preserve the Cadmonian poems. കാഡ്മോൺ എന്ന് പറയുന്ന ഒരു റൈറ്ററാണ്. അദ്ദേഹത്തിൻ്റെ കവിതകളെ സൂക്ഷിച്ചിരിക്കുന്ന ജൂനിയസ് മാനുസ്ക്രിപ്റ്റ് അല്ലെങ്കിൽ കോഡെക്സ് ജൂനിയസ് എന്നുള്ള മാനുസ്ക്രിപ്റ്റ്. ഇങ്ങനെ 4 കൈയെഴുത്ത് മാസിക എന്നൊക്കെ പറയില്ലേ, അതാണ് മാനുസ്ക്രിപ്റ്റ്. ഈ 4 മാനുസ്ക്രിപ്റ്റുകളിലൂടെയാണ് നമുക്ക് ആംഗ്ലോ സാക്സൺ ലിറ്ററേച്ചറിനെ പറ്റി ഒരു ഐഡിയ കിട്ടുന്നത്. ഇനി നമുക്ക് ആംഗ്ലോ സാക്സൺ പോയിട്രിയെ പറ്റി നോക്കാം. ആംഗ്ലോ സാക്സൺ പോയിട്രി എന്ന് പറയുന്നത് പെയ്ഗൻ ആൻഡ് ക്രിസ്ത്യൻ തോട്ടിൻ്റെ ഒരു മെഡ്ലിയാണ്. അതായത് പെയ്ഗൻസ് എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യൻ വിശ്വാസികൾ അല്ലാത്തവർ. അപ്പോൾ ക്രിസ്ത്യൻസ് ആയിട്ടുള്ളവരെയും ക്രിസ്ത്യൻ വിശ്വാസികൾ അല്ലാത്തവരുടെയും ഒക്കെ ഉള്ള ഒരു മിക്സ്ചർ, ഒരു കോമ്പിനേഷനാണ് ആംഗ്ലോ സാക്സൺ പോയിട്രി എന്ന് പറയുന്നത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് വർക്കാണ് ബിയോൾഫ് എന്ന് പറയുന്നത് ദ ഓൾഡസ്റ്റ് സർവൈവിങ് എപ്പിക് ഓഫ് ട്യൂട്ടോൺസ് എന്ന് പറയുന്നത് ആരെയാണ്? ആംഗ്ലോ സാക്സൺസിനെയാണ്. ജർമാനിക് ട്രൈബായ ആംഗ്ലോ സാക്സൺസിനെയാണ് ട്യൂട്ടൺസ് എന്ന് പറയുന്നത്. അവരുടെ ഓൾഡസ്റ്റ് സർവൈവിങ് എപ്പിക് എന്ന് പറഞ്ഞാൽ ഇതുവരെ കണ്ടെടുത്തിട്ടുള്ളതിൽ ഏറ്റവും പഴക്കം ചെന്നതും ഇപ്പോഴും നിലനിൽക്കുന്നതുമായിട്ടുള്ള ഒരു എപ്പിക്കാണ് ബിയോൾഫ് എന്ന് പറയുന്നത്. അതൊരു കവിതയാണ്. 3182 വരികളുള്ള ഒരു കവിതയാണ് ബിയോൾഫ് എന്ന് പറയുന്നത്. വെൻ ഇംഗ്ലണ്ട് വാസ് എക്സ്പീരിയൻസിങ് ദ മൂവ് ഫ്രം പേഗനിസം ടു ക്രിസ്ത്യാനിറ്റി, അതായത് എന്താണ് ബാക്ക് ടു ദ ലേറ്റർ ഹാഫ് ഓഫ് 8th century, അതായത് 8th century 8ാം നൂറ്റാണ്ടിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ബിയോൾഫിൽ കാണാനായിട്ട് കഴിയും. അതായത് ഇംഗ്ലണ്ട് പേഗനിസത്തിൽ നിന്നും ക്രിസ്ത്യാനിസത്തിലേക്ക് മാറുന്ന ഒരു ട്രാൻസിഷൻ സമയത്താണ് ബിയോൾഫ് എഴുതപ്പെട്ടിട്ടുള്ളതെന്ന് കരുതുന്നു. It is a collection of many stories strung together by several hands in the West Saxon dialect. വെസ്റ്റ് സാക്സൺ ഡയലക്റ്റിലാണ് അത് എഴുതപ്പെട്ടിട്ടുള്ളത്. അതൊരു കവിതയാണ്. 3182 വരികളുള്ള ഒരു കവിതയാണ് ബിയോൾഫ്. The consistency of poems constructions and the blend of pagan monsters and biblical allusions make it distinct. ബിയോൾഫിനെ വ്യത്യസ്തമാക്കുന്നത് അതിൻ്റെ കൺസിസ്റ്റൻസി ഓഫ് പോംസ് കൺസ്ട്രക്ഷൻ. 3182 വരികളുണ്ടെങ്കിൽ പോലും ആ വരികളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു കൺസിസ്റ്റൻസി, ഒരു അടുക്കും ചിട്ടയും, പിന്നെ അതുപോലെ തന്നെ ദ ബ്ലെൻഡ് ഓഫ് പെയ്ഗൻ മോൺസ്റ്റേഴ്സ് ആൻഡ് ബിബ്ലിക്കൽ എല്യൂഷൻസ്. പെയ്ഗൻ മോൺസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ
ക്രിസ്തീയ വിശ്വാസമില്ലാത്ത ബഹുദൈവങ്ങളെ ആരാധിക്കുന്ന ഒരു ജനവിഭാഗമാണ് പേഗൻസ് എന്ന് പറയുന്നത്. സോ അവർക്ക് അവരുടേതായ നിറയെ ദൈവങ്ങളുണ്ടാവും, അതുപോലെ തന്നെ മോൺസ്റ്റേഴ്സും ഉണ്ടാവും. സോ ആ മോൺസ്റ്റേഴ്സും അതുപോലെ തന്നെ ബൈബിളിക്കൽ എല്യൂഷൻസ് എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യൻ ബിലീഫിൽ നിന്നും ചില ഏടുകൾ, ക്രിസ്ത്യൻ ബിലീഫിന്റെയും ഒരു മിശ്രിതമാണ് എന്തെന്ന് പറയുന്നത്, ബിയോൾഫ് എന്ന് പറയുന്നത്. സോ അതുകൊണ്ടാണ് ബിയോൾഫ് വ്യത്യസ്തമായിട്ട് നിൽക്കുന്നത്. It deals with the two major events in the life of Beowulf, the hero of Gades. Gades എന്ന് പറഞ്ഞാൽ ഒരു ഇറ്റലിയിലെ ഒരു സ്ഥലമാണ്. ഈ അവിടുത്തെ അവിടുത്തെ റൂളറായ ബിയോൾഫ്, അദ്ദേഹം വളരെ ധൈര്യമുള്ള ഒരു ഭരണാധികാരിയാണ്. അദ്ദേഹത്തിന്റെ ലൈഫിലെ രണ്ട് മേജർ സംഭവങ്ങളെ പറ്റി പറയുന്ന ഒരു വലിയ കവിതയാണ് ബിയോൾഫ് എന്ന് പറഞ്ഞാൽ. അദ്ദേഹത്തിന്റെ ജീവിതത്തിനെ പറ്റി ഗ്ലോറിഫൈ ചെയ്ത് അദ്ദേഹത്തിന്റെ ധൈര്യത്തിനെ പറ്റിയൊക്കെ പറയുന്ന കവിത ആയതുകൊണ്ടാണ് അതിനെ എപ്പിക് എന്ന് കൂടെ പറയുന്നത്. As a young man, Beowulf fights and kills the monster Grendel, which had been ravaging the kingdom of the Danish king Hrothgar, and also kills Grendel's mother, who comes to avenge her son. ഇതിൽ ബിയോൾഫിന്റെ ലൈഫിലെ രണ്ട് മെയിൻ സംഭവങ്ങളെ പറ്റിയാണ് പറയുന്നത്. ഒന്നെന്ന് പറയുന്നത് ഡാനിഷ് രാജാവായ ഹ്രോത്കാറിന്റെ കിങ്ഡത്തിനെ ആക്രമിക്കാനായിട്ട് വരുന്ന മോൺസ്റ്ററായ ഗ്രൻഡലിനെ ബിയോൾഫ് വധിക്കുന്നു. അതുപോലെ തന്നെ ഗ്രൻഡലിന്റെ വധത്തിന് റിവെഞ്ച് എടുക്കാൻ വന്ന ഗ്രൻഡലിന്റെ അമ്മയെയും ബിയോൾഫ് കൊല്ലുന്നു. Beowulf is crowned the king of Gades. 50 years later, he again fights with the dragon that attacked his people. In that, both Beowulf and the dragon receive mortal wounds. അങ്ങനെ ഗേറ്റ്സിലെ രാജാവായിട്ട് ബിയോൾഫ് മാറുന്നു. അതിന് 50 വർഷത്തിന് ശേഷം വീണ്ടും അദ്ദേഹത്തിന്റെ രാജ്യത്തെ അറ്റാക്ക് ചെയ്യാൻ വന്ന മോൺസ്റ്ററുമായിട്ട് യുദ്ധം ചെയ്ത് ബിയോൾഫും മോൺസ്റ്ററും മരിക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ രണ്ട് സംഭവങ്ങളാണ് ബിയോൾഫ് എന്ന് പറയുന്ന ആ ഒരു വലിയ കവിതയിൽ പറയുന്നത്. ആ കവിത അവസാനിക്കുന്നത് ബിയോൾഫിന്റെ ക്രിമേഷൻ, ബിയോൾഫിനെ അടക്കം ചെയ്യുന്നതോടു കൂടിയാണ് ആ കവിത അവസാനിക്കുന്നത്. ബിയോൾഫ് എന്ന് പറയുന്ന കവിത സത്യം പറഞ്ഞാൽ ആ സമയത്തെ ഇംഗ്ലീഷ് പീപ്പിളിന്റെ കറേജ് ആൻഡ് നോബിലിറ്റി, ധൈര്യവും സത്യസന്ധതയും എന്തിനോടുമുള്ള ഒരു പാഷൻ, അവരുടെ ദേശത്തിനോടുള്ള ഒരു പാഷൻ, അതൊക്കെ ഉയർത്തി കാണിക്കുന്ന ഒരു കവിതയായിരുന്നു എന്തെന്ന് പറയുന്നത്, ബിയോൾഫ് എന്ന് പറയുന്നത്. As Compton Rickett has remarked, Compton Rickett എന്ന് പറയുന്ന വ്യക്തി പറഞ്ഞത് ഇങ്ങനെയാണ്: What Achilles is to the Greek, Romulus to the Roman, Charles Magne to the French, ബിയോൾഫ് ഈസ് ടു ദ ഇംഗ്ലീഷ്മൻ. അതായത് ഗ്രീക്കുകാർക്ക് അക്കിലസ് ഉള്ള പോലെ, റോമാക്കാർക്ക് റോമുലസ് ഉള്ള പോലെ, ഫ്രഞ്ചുകാർക്ക് ചാൾമാഗ്നെ ഉള്ള പോലെ ഇംഗ്ലീഷുകാർക്കുള്ളതാണ് ബിയോൾഫ് എന്ന് പറഞ്ഞാൽ ബിയോൾഫ് അത്രത്തോളം ശക്തിയുള്ളവനും അത്രത്തോളം ധൈര്യമുള്ളവനും അത്രത്തോളം ഒരു നല്ല ഭരണാധികാരിയും ആയിരുന്നു എന്നാണ് അതിനർത്ഥം. ഓക്കെ, ഇതാണ് ബിയോൾഫിനെ പറ്റി പറയുന്നത്. ആ ബിയോൾഫിൽ തന്നെയുള്ള വരികളാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അത് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് അല്ല. അവിടെ പറയുന്ന സംഭവം ആദ്യത്തെ സ്റ്റാൻസ കണ്ടോ, ആദ്യത്തെ സ്റ്റാൻസ ഓൾഡ് ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നതാണ്. രണ്ടാമത്തെ സ്റ്റാൻസ അതിൻ്റെ മോഡേൺ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ആണ്. അവിടെ കണ്ടോ, ലിസൺ എന്ന് പറയുന്നതിന് അവർ മുകളിൽ വേറെ വാക്കാണ് ഉപയോഗിച്ചിട്ടുള്ളത്. നമുക്കത് വായിക്കാൻ പോലും പറ്റണമെന്നില്ല. സോ അത്രത്തോളം കോംപ്ലക്സ് ആയിട്ടുള്ള ലാംഗ്വേജ് ആയിരുന്നു ഓൾഡ് ഇംഗ്ലീഷ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഓൾഡ് ഇംഗ്ലീഷ് എക്സ്പ്രഷൻസ് റിച്ച് എന്ന് പറയാൻ കാരണം. ഓക്കെ, അതവിടെ ഒരു കമ്പാരിസൺ പോലെ കൊടുത്തിരിക്കുന്നതേ ഉള്ളൂ. മോഡേൺ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ അത് വളരെ സിമ്പിളായി. ഓൾഡ് ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നതാണ് മുകളിലത്തെ സ്റ്റാൻസ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കിനി നെക്സ്റ്റ് പോവാം. പോകുന്നില്ല. ആംഗ്ലോ സാക്സൺ പോയിട്രിയിലെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൽ കുറച്ചുകൂടെ എക്സാമ്പിൾസ് നോക്കാനുണ്ട്. Widsith and Dior's Lament are also poems of pre-Christian era. പ്രീ-ക്രിസ്ത്യൻ ഇയറയിലെ കവിതകളാണ് വിഡ്സിത്തും ഡിയോർസിന്റെ ലെമൻറ്റും. ഇതൊക്കെ എക്സാമ്പിൾസ് ആണ്. ഇതൊക്കെ എഴുതി കാണാതെ തന്നെ പഠിക്കണം. അതുമാത്രമല്ല കുറച്ച് ലിറിക്കൽ ആൻഡ് എലിജിയാക് പോംസിന്റെ എക്സാമ്പിളും കൊടുത്തിട്ടുണ്ട്. ദ ലവേഴ്സ് മെസ്സേജ്, ദ മെയ്ഡൻസ് കംപ്ലൈൻറ്റ്, ദ വാണ്ടറർ ആൻഡ് ദ സീഫെയറർ. ഇതെല്ലാം തന്നെ ആ സമയത്തെ ആർ പോയംസ് ദാറ്റ് ഹാവ് ഡീവിയേറ്റഡ് ഫ്രം ദ പേഗൻ ട്രഡിഷൻ ബട്ട് വിച്ച് ആർ നോട്ട് ഡിസ്റ്റിങ്റ്റീവ്ലി ക്രിസ്ത്യൻ. ഈ കവിതകളെല്ലാം തന്നെ ആംഗ്ലോ സാക്സൺ പോയട്രിയിൽ വരുന്നതാണ്. ഇവയെല്ലാം പേഗൻ ട്രഡിഷനിൽ നിന്നും മാറി എഴുതപ്പെട്ട കവിതകളാണ്. പക്ഷെ ഇവയെല്ലാം പൂർണ്ണമായിട്ടും ക്രിസ്ത്യാനിറ്റി അക്സെപ്റ്റ് ചെയ്യുന്നുമില്ല. ഞാൻ പറഞ്ഞില്ലേ, പേഗൻ ട്രഡിഷനിലുള്ള കവിതകളും ആംഗ്ലോ സാക്സൺ പോയിട്രിയിലുണ്ട്,
ക്രിസ്ത്യൻ ബിലീഫിലുള്ള കവിതകളും ഉണ്ട്. അതിന്റെ മിക്സ്ചർ ആണ് ആംഗ്ലോ സാക്സൺ പോയിട്രി എന്ന് പറയുന്നത്. സോ ഇത്രയും കവിതകളെന്ന് പറയുന്നത് പെയ്ഗൺ ട്രഡീഷനിൽ നിന്ന് മാറി ക്രിസ്ത്യൻ ബിലീഫിനെ അത്രത്തോളം ഉൾക്കൊള്ളാതെ എഴുതപ്പെട്ടിട്ടുള്ള കവിതകളാണ്. There are also songs about war. യുദ്ധത്തിനെ പറ്റിയുള്ള കവിതകളുണ്ട്. The Battle of Maldon. യുദ്ധത്തിനെ പറ്റിയുള്ള കവിതകൾക്ക് എക്സാമ്പിൾ ആണ് The Battle of Maldon എന്ന് പറയുന്നത്. ഇനി ക്രിസ്ത്യൻ തീംസ്, അതായത് ക്രിസ്തീയ വിശ്വാസം കണക്കിലെടുത്തുകൊണ്ട് ക്രിസ്ത്യൻ ആശയങ്ങളെ ഉൾപ്പെടുത്തി കവിതകൾ എഴുതിയ രണ്ട് റൈറ്റേഴ്സ് ആണ് കാഡ്മനും സെൻവൂൾഫും. സെൻവൂൾഫ് എന്നാണോ അത് പ്രൊനൗൺസ് ചെയ്യുന്നതെന്ന് എനിക്കൊരു ഒരു ഡൗട്ട് ഉണ്ട്. കാഡ്മനും കിൻവോൾഫോ സെൻവൂൾഫോ ആണ്. ഓക്കെ, അവർ രണ്ടുപേരുമാണ് ക്രിസ്ത്യൻ തീമിൽ കവിതകൾ എഴുതിയിട്ടുള്ള രണ്ട് റൈറ്റേഴ്സ് എന്ന് പറയുന്നത്. കാഡ്മൻ സെന്റ് ടു ബി ദ ഡിവൈൻലി ഇൻസ്പയർഡ് ഈസ് ദ ഫസ്റ്റ് ഇംഗ്ലീഷ് പോയറ്റ്. ഡിവൈൻലി ഇൻസ്പയർഡ് എന്ന് പറഞ്ഞാൽ അത്രയധികം ദൈവാനുഗ്രഹമുള്ള ഒരു കവിയാണ്. ആദ്യത്തെ ഇംഗ്ലീഷ് പോയറ്റ് എന്ന് പറയുന്നതും കാഡ്മനെയാണ്. അദ്ദേഹത്തിന്റെ ചില റൈറ്റിംഗ്സ് ആണ് അവിടെ കൊടുത്തിട്ടുള്ളത്. സ്റ്റോറി ഓഫ് ജെനസിസ്, എക്സോഡസ് ആൻഡ് എ പാർട്ട് ഓഫ് ഡാനിയൽ ഈസ് ആട്രിബ്യൂട്ടഡ് ടു കാഡ്മൻ. ഇനി കെൻവോൾഫ് ഈസ് ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ദി ആംഗ്ലോ-സാക്സൺ പോയറ്റ്സ് അപ്പാർട്ട് ഫ്രം ദ അനോണിമസ് ഓതർ ഓഫ് ബിയോൾഫ്. അതായത് ആംഗ്ലോ-സാക്സൺ പോയട്രി എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും സുപ്പീരിയർ ആയിട്ട് നിൽക്കുന്ന വർക്ക് ഏതാണ്? ബിയോൾഫ് തന്നെയാണ്. പക്ഷെ ബിയോൾഫ് ആരാണ് എഴുതിയതെന്ന് ഇതുവരെ ഉറപ്പ് വരുത്തിയിട്ടില്ല. സോ ബിയോൾഫിന്റെ ഓതറിനെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ആംഗ്ലോ-സാക്സൺ പോയറ്റ്സിലെ ഗ്രേറ്റസ്റ്റ് എന്ന് പറയുന്നത് കെൻവോൾഫിനെയാണ്. ഫസ്റ്റ് ആംഗ്ലോ-സാക്സൺ പോയറ്റ് കാഡ്മൻ ആണ്. ഗ്രേറ്റസ്റ്റ് എന്ന് പറയുന്നത് കെൻവോൾഫിനെയാണ്. ദ ക്രൈസ്റ്റ്, ജൂലിയാന ആൻഡ് ദ ഡ്രീം ഓഫ് ദി റോഡ് ഇതെല്ലാം അദ്ദേഹത്തിന്റെ വെൽ നോൺ പോംസ് ആണ്. ഇനി അടുത്ത ആംഗ്ലോ-സാക്സൺ പോയിട്രിയുടെ ചില ഫീച്ചേഴ്സ് ആണ് അടുത്ത് പറയുന്നത്. ഇറ്റ് ഈസ് എസെൻഷ്വൽ, ഇറ്റ് ഈസ് നോൺ സ്റ്റാൻസൈക് ബട്ട് ഹാസ് ലൈൻസ് റണ്ണിങ് കോൺസിക്യൂട്ടീവ്ലി. ആക്സെൻഷ്വൽ എന്ന് പറഞ്ഞാൽ നോൺ സ്റ്റാൻസൈക് ആയിട്ടുള്ള, ലൈൻസ് എന്ന് പറഞ്ഞാൽ ഓരോ ടൈപ്പ് പോംസിനെ പറ്റിയാണ് പറയുന്നത്. ആംഗ്ലോ-സാക്സൺ പോയിട്രിയിലെ കവിതകൾക്കുള്ള പ്രത്യേകത ഫീച്ചേഴ്സ് ആണ് പറയുന്നത്. ആക്സെൻഷ്വൽ എന്ന് പറഞ്ഞാൽ ആ സമയത്ത് അവരുടെ ഭാഷ സംസാരിക്കുന്ന രീതി ഉണ്ടാവുമല്ലോ, അതിൽ അവര് വാക്കുകൾക്കെല്ലാം കൂടുതൽ സ്ട്രെസ് കൊടുത്തായിരുന്നു പാടിയിരുന്നത് അല്ലെങ്കിൽ എഴുതിയിരുന്നത്. ഓക്കെ, അതാണ് ആക്സെൻഷ്വൽ എന്ന് പറഞ്ഞാൽ. അത് നോൺ സ്റ്റാൻസൈക് ആണ്. ഒരു സ്റ്റാൻസ ഡിവിഷൻ ഒന്നും കാണൂല, തുടക്കം മുതൽ ഒടുക്കം വരെ എഴുതി അങ്ങ് പോകുന്ന രീതിയായിരിക്കും. ലൈൻസ് റണ്ണിങ് കോൺസിക്യൂട്ടീവ്ലി, അതായത് ഓരോ സ്റ്റാൻസ വെച്ച് തിരിച്ചായിരിക്കില്ല കവിതകൾ എഴുതിയിട്ടുണ്ടാവുക, ഒരു ഓർഡറിൽ അങ്ങ് എഴുതി പോവുകയായിരിക്കും ചെയ്തിട്ടുണ്ടാവുക. എവറി ലൈൻ ഈസ് ഡിവൈഡഡ് ഇൻറ്റു 2 പാർട്സ് കോൾഡ് ഹെമിസ്റ്റിക്സ് ജോയിൻഡ് ടുഗദർ ബൈ അല്ലിട്രേഷൻ. ഓരോ വരിക്കും 2 പാർട്ട് ഉണ്ടായിരിക്കും. അങ്ങനെ ഡിവൈഡ് ചെയ്യുന്നതിനെയാണ് ഹെമിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഒരു വരിയുടെ 2 പാർട്ടിനെയും കണക്ട് ചെയ്യുന്നത് ഒരു അല്ലിട്രേഷൻ ആയിരിക്കും. The poetic diction is rich in parallelism, metaphorical phrases, compound words and periphrastic phrases. Poetic diction എന്ന് പറയുന്നത് ആ കവിതയ്ക്കകത്ത് നിറയെ തന്നെ പാരലിസത്തിനും മെറ്റഫറിക്കൽ ഫ്രേസസിനും കോമ്പൗണ്ട് വേർഡ്സിനും ഒക്കെ എക്സാമ്പിൾസ് ഉണ്ടാവും. പെരിഫ്രാസ്റ്റിക് ഫ്രേസസും ഉണ്ടാവും. അവിടെ അതിന് ഉദാഹരണം കൊടുത്തിട്ടുണ്ട്. എർത്ത് വോക്കർ, അതായത് ട്രാവലർ എന്ന് പറയുന്നതിന് പകരം എർത്ത് വോക്കർ എന്നുള്ള വാക്കുകളായിരിക്കും ഉപയോഗിച്ചിട്ടുണ്ടാവുക. അതൊക്കെ ഫ്രേസസിന് എക്സാമ്പിൾ ആണ്. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് ആംഗ്ലോ-സാക്സൺ പോയിട്രിയുടെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. The Danish conquest of Northumbria put an end to Anglo-Saxon poetic compositions and gave an impetus to Anglo-Saxon prose. അങ്ങനെ ആംഗ്ലോ-സാക്സൺ സമയത്തെ ലിറ്ററേച്ചറിൽ പോയട്രി നല്ല രീതിയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന സമയത്താണ് ഡാനിഷ് കോൺക്വസ്റ്റ്, നമ്മൾ വൈക്കിംഗ് ഇൻവേഷൻ പഠിച്ചില്ലേ, അത് നടക്കുന്നത്. നോർത്തംബ്രിയയെ ഡെയിൻസ് കോൺക്വർ ചെയ്യുന്നതോടുകൂടി ആംഗ്ലോ-സാക്സൺ പോയട്രിക്ക് ഒരു അവസാനം ഉണ്ടാവുന്നു. ആംഗ്ലോ-സാക്സൺ പോയട്രിക്ക് അവസാനം ഉണ്ടാകുന്നു. അതിൻ്റെ കൂടെ തന്നെ ആംഗ്ലോ-സാക്സൺ പ്രോസിന് ഒരു ഉദയം ഉണ്ടാവുന്നു. പൊയിട്രി, കവിത, പ്രോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഈ എഴുതുന്ന എല്ലാത്തിനും നമുക്ക് പ്രോസ് എന്ന് പറയാം. ഒരു താളം ഒന്നും ഇല്ലാതെ എഴുതുന്നതിനെയാണ് നമുക്ക് കഥകളൊക്കെ പ്രോസിന് ഉദാഹരണമാണ്. ഓക്കെ,
ആംഗ്ലോ സാക്സൺ പ്രോസിന് ഒരു ഉദയം ഉണ്ടാകുന്നു. ഇനി നമുക്ക് ആംഗ്ലോ സാക്സൺ പ്രോസിനെ പറ്റി നോക്കാം. ആംഗ്ലോ സാക്സൺ പ്രോസ് വാസ് എ ലേറ്റർ ഡെവലപ്മെന്റ് ആൻഡ് വാസ് ദ മോസ്റ്റ് പാർട്ട് എഡ്യൂക്കേഷണൽ. അതായത് ആംഗ്ലോ സാക്സൺ പ്രോസ് എന്ന് പറയുന്നത് പോയിട്രിക്ക് ശേഷം ഡെവലപ്പ് ചെയ്തു വന്നതാണ്. അതിന്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് എഡ്യൂക്കേഷണൽ ആയിരുന്നു. Since Northumbria was the center of learning, literary works were written in the Northumbrian dialect. Northumbria center of learning ആയതുകൊണ്ട് തന്നെ മിക്കവാറും പ്രോസിലെ വർക്കുകളെല്ലാം നോർത്തംബ്രിയൻ ഡയലക്റ്റിലാണ് എഴുതപ്പെട്ടിട്ടുള്ളത്. ഡയലക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഭാഷയിൽ ഓരോ സ്ഥലത്തും പല രീതിയിലായിരിക്കും സംസാരിക്കുന്നത്, അല്ലേ? ഇപ്പൊ നമ്മൾ മലയാളം തന്നെ കേരളത്തിൽ പലരും പല രീതിയിലല്ലേ സംസാരിക്കുന്നത്, അതിനെയാണ് നമ്മൾ ഡയലക്റ്റ് എന്ന് പറയുന്നത്. സോ നോർത്തംബ്രിയൻ ഡയലക്റ്റിലാണ് ഏകദേശം പ്രോസ വർക്കുകളും എഴുതപ്പെട്ടിട്ടുള്ളത്. However, the political supremacy of Wessex was conferred on its dialect, and the West Saxon dialect gained wide currency. നോർത്തംബ്രിയ ആയിരുന്നു സെന്റർ ഓഫ് ലേണിംഗ്. അതുകൊണ്ട് തന്നെ നോർത്തംബ്രിയൻ ഡയലക്റ്റിലായിരുന്നു മിക്കവാറും ലിറ്റററി വർക്കുകൾ എഴുതിയിരുന്നത്. വെസെക്സിന് പൊളിറ്റിക്കൽ സുപ്രീമസി ഉള്ളതുകൊണ്ട് വെസ്റ്റ് സാക്സൺ ഡയലക്റ്റിനും നോർത്തംബ്രിയൻ ഡയലക്റ്റിനെ പോലെ തന്നെ എന്ത് കിട്ടി? ഇമ്പോർട്ടൻസ് കിട്ടി. ഓക്കെ, നമ്മൾ ഈ ആംഗ്ലോ സാക്സൺ പ്രോസ് പഠിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട ആളെന്ന് പറയുന്നത് കിങ് ആൽഫ്രഡിനെ പറ്റിയാണ്. അദ്ദേഹമാണ് ഇപ്പൊ നമ്മുടെ ആംഗ്ലോ സാക്സൺ പോയിട്രി നോക്കിയപ്പോൾ ബിയോൾഫ് വളരെ എപ്പിക് ആയിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് പോയമാണെന്ന് പറഞ്ഞു. അതുപോലെ കാഡ്മനെ പറ്റി പറഞ്ഞു, കെൻവുൾഫിനെ പറ്റി പറഞ്ഞു. അതുപോലെ തന്നെ ഈ പ്രോസ് പഠിക്കുന്ന സമയത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആർക്കാണ്? കിങ് ആൽഫ്രഡിനാണ്. അദ്ദേഹം appropriately known as the Great for having made his mark as warrior, administrator, reformer and scholar, resisted the onslaughts of the Dane and made peace with them. അദ്ദേഹത്തിനെ പറ്റി പറയുന്ന സമയത്ത് അദ്ദേഹം ഒരു വാരിയർ ആയിട്ടും അഡ്മിനിസ്ട്രേറ്റർ ആയിട്ടും സ്കോളർ ആയിട്ടും എന്ന് പറഞ്ഞാൽ അദ്ദേഹം നല്ല ഒരു യോദ്ധാവാണ്, അദ്ദേഹം നല്ലൊരു ഭരണാധികാരിയാണ്, നല്ലൊരു പണ്ഡിതനാണ്. ഡെയിൻസുമായിട്ട് യുദ്ധം ചെയ്തു എങ്കിലും അദ്ദേഹം അവരുമായിട്ട് സമാധാനത്തിൽ പോകാൻ അദ്ദേഹത്തിന് പറ്റി, സമാധാനം റീസ്റ്റോർ ചെയ്യാൻ അദ്ദേഹത്തിന് പറ്റി. ട്രീറ്റി ഓഫ് വെഡ്മോർ വഴി അദ്ദേഹം കിങ്ഡത്തിന്റെ നോർത്തേൺ പാർട്ട് ഡെയിൻലോ ആയിട്ട് മാറ്റി അവർക്ക് കൊടുത്തു. ഡെയിൻലോ ഒക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ്, സോ അത് പറയുന്നില്ല. ഡെയിൻലോ ആക്കി അവർക്ക് കൊടുത്തു. ആൽഫ്രഡ് ഫോസ്റ്റേർഡ് എ സ്പിരിറ്റ് ഓഫ് നാഷണലിസം and unity by forging friendly relations between Anglo-Saxons and Danes. ഈ ഡെയിൻസ് വന്ന് അറ്റാക്ക് ചെയ്തിട്ടും അവർക്ക് ഡെയിൻലോ പോലെ എന്ന് വെച്ചാൽ ഡെയിൻലോ ഒരു റീജൻ അവർക്ക് കൊടുത്തു, ഡിവൈഡ് ചെയ്ത്. അങ്ങനെ കിങ് ആൽഫ്രഡ് നാഷണലിസം എന്ന് പറഞ്ഞ ദേശസ്നേഹം ആളുകളിൽ ഉണ്ടാക്കാനും ഒരു ഫ്രണ്ട്ലി റിലേഷൻ ഡെയിൻസും ആംഗ്ലോ സാക്സൺസും ഇടയിൽ ഒരു ഫ്രണ്ട്ലി റിലേഷൻസ് കാത്തു സൂക്ഷിക്കാനും ആൽഫ്രഡിന് കഴിഞ്ഞു. Then he turned his attention to nurturing the intellectual life of his people. അതിനുശേഷം, അതായത് രാജ്യത്തെ സമാധാനവും തമ്മിൽ ഒരു സാഹോദര്യവും ഫ്രണ്ട്ഷിപ്പും റീസ്റ്റോർ ചെയ്തതിന് ശേഷം അദ്ദേഹത്തിന്റെ ആളുകൾക്കിടയിൽ ഇന്റലക്ച്വൽ, അതായത് ഒരു ബോധം വളർത്തിയെടുക്കാൻ, ഒരു ഭൗതിക ബോധം വളർത്തിയെടുക്കാനായിട്ട് അദ്ദേഹം ശ്രമിച്ചു. In order to repay the ravages of the Danish raids, he filled monasteries with competent teachers. അതായത് in order to repay the ravages of the Danish raids, അതായത് ഈ ഡെയിൻസ് അവരും എങ്ങനെയാണ് ബ്ലഡ് ഷെഡ് ഇഷ്ടമുള്ള ഹീതൻസ് ആയിട്ടുള്ള ആൾക്കാരാണ്. സോ അവരുടെ അറ്റാക്കിന് ശേഷം ഫിൽഡ് മോണാസ്ട്രീസ് വിത്ത് കോമ്പീറ്റന്റ് ടീച്ചേഴ്സ്. കോമ്പീറ്റന്റ് ടീച്ചേഴ്സ് ടീച്ചേഴ്സ്, അതായത് ഡെയിൻസ് അറ്റാക്ക് ചെയ്ത് അവര് അത്രത്തോളം സിവിലൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാരല്ല. സോ അവിടുത്തെ ജനങ്ങൾക്ക് ഒരു ഇന്റലക്ച്വൽ ബോധം വരുന്നതിന് വേണ്ടി മൊണാസ്ട്രീസിൽ പഠിപ്പിക്കുന്നതിന് വേണ്ടി ടീച്ചേഴ്സിനെ അപ്പോയിന്റ് ചെയ്യുന്നു. അതായത് ആ സമയത്ത് ചർച്ചിലൊക്കെ ആണല്ലോ എഡ്യൂക്കേഷൻ കൂടുതൽ. സോ അതുകൊണ്ട്
He studied Latin and translated or caused to be translated into English works from Latin. അതായത് അദ്ദേഹം ലാറ്റിൻ പഠിക്കുകയും ലാറ്റിനിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് വർക്കുകൾ ട്രാൻസ്ലേറ്റ് ചെയ്യുകയും ബാക്കിയുള്ളവരെ അദ്ദേഹത്തിനെ ഇൻസ്പയർ ആയി ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ഒരു കാരണമായി മാറുകയും ചെയ്തു. അങ്ങനെ ലാറ്റിനിൽ നിന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ട ചില വർക്കുകളാണ് പോപ്പ് ഗ്രിഗറിയുടെ പാസ്റ്ററൽ കെയർ, ബോയിറ്റിയസിന്റെ കൺസലേഷൻ ഓഫ് ഫിലോസഫി, സെയിന്റ് അഗസ്റ്റിന്റെ സോളിലോക്കീസ്, ഒറോസിയസിന്റെ ജോഗ്രഫിക്കൽ ഹിസ്റ്ററി ഓഫ് വേൾഡ്, അതുപോലെ തന്നെ ബീഡിന്റെ എക്ലീസിയാസ്റ്റിക്കൽ ഹിസ്റ്ററി. അതെല്ലാം തന്നെ ഇതിന് എക്സാമ്പിൾ ആണ്. കിങ് ആൽഫ്രഡിന്റെ ഗ്രേറ്റസ്റ്റ് അച്ചീവ്മെന്റ് എന്ന് വിശ്വസിക്കപ്പെടുന്നത് ആംഗ്ലോ സാക്സൺ ക്രോണിക്കിൾ ആണ്. അത് അദ്ദേഹം അല്ല എഴുതിയതെങ്കിലും അദ്ദേഹം അതിന് ഇൻസ്പിറേഷൻ ആയിട്ട് നിന്നിട്ടുണ്ട്. ആംഗ്ലോ സാക്സൺ ക്രോണിക്കിൾ എന്ന് പറഞ്ഞാൽ വെസ്റ്റ് സാക്സൺ ഹിസ്റ്ററിയുടെ ഒരു കംപ്ലീറ്റ് സർവേ അല്ലെങ്കിൽ ഒരു കംപ്ലീറ്റ് റെക്കോർഡ് എന്ന് വേണമെങ്കിൽ പറയാം. വെസ്റ്റ് സാക്സന്റെ ചരിത്രം മുഴുവൻ അടങ്ങുന്ന ഒന്നാണ് ആംഗ്ലോ സാക്സൺ ക്രോണിക്കിൾ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് അറ്റ് വൺസ് ആൻഡ് ഫസ്റ്റ് കണ്ടിന്യൂസ് ഹിസ്റ്ററി ഓഫ് എ വെസ്റ്റേൺ നേഷൻ ഇൻ ഇറ്റ്സ് ഓൺ ലാംഗ്വേജ് ആൻഡ് ദ ഫസ്റ്റ് ഗ്രേറ്റ് ബുക്ക് ഇൻ ഇംഗ്ലീഷ് പ്രോസ്. അതായത് ഒരു വെസ്റ്റേൺ നേഷന്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ള കംപ്ലീറ്റ് ചരിത്രവും അടങ്ങുന്ന ആദ്യത്തെ ബുക്ക് എന്ന രീതിയിൽ ആംഗ്ലോ സാക്സൺ ക്രോണിക്കിൾ ഫേമസ് ആണ്. അതുമാത്രമല്ല ഇംഗ്ലീഷിൽ എഴുതപ്പെടുന്ന അല്ലെങ്കിൽ ഇംഗ്ലീഷ് പ്രോസിലെ ഫസ്റ്റ് ഗ്രേറ്റ് ബുക്ക് എന്ന് പറയുന്നതും ആംഗ്ലോ സാക്സൺ ക്രോണിക്കിൾ ആണ്. സോ ആംഗ്ലോ സാക്സൺ ക്രോണിക്കിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? വെസ്റ്റ് സാക്സന്റെ മുഴുവൻ ഹിസ്റ്ററിയും അടങ്ങുന്ന ഒരു പ്രോസ്. അത് ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ എസ്സേ എഴുതുമ്പോഴും പിന്നെ റിപ്പോർട്ട് അതൊക്കെ പ്രോസ് ആണ്. കവിത അല്ലാത്തതെല്ലാം നമുക്ക് പ്രോസ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ആംഗ്ലോ സാക്സൺ ക്രോണിക്കിൾ എന്ന് പറഞ്ഞാൽ ഒരു വെസ്റ്റേൺ നേഷന്റെ ഹിസ്റ്ററി ഫുൾ അടങ്ങുന്ന ഇംഗ്ലീഷിൽ എഴുതപ്പെട്ട ആദ്യത്തെ ബുക്കാണ്. Alfred is the first Englishman to have encouraged the making of English prose. Hence, he is looked upon as the father of English prose. ആൽഫ്രഡ്, അതായത് കിങ് ആൽഫ്രഡ് ആണ് ആദ്യമായിട്ട് അല്ലെങ്കിൽ ഇംഗ്ലീഷിന്റെ ഒരു ഡെവലപ്മെന്റിന് വേണ്ടി അല്ലെങ്കിൽ ഇംഗ്ലീഷ് പ്രോസിന്റെ ഡെവലപ്മെന്റിന് വേണ്ടി ഇത്രത്തോളം ഇനിഷ്യേറ്റീവ്സ് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ കിങ് ആൽഫ്രഡിനെയാണ് ഇംഗ്ലീഷ് പ്രോസിന്റെ ഫാദർ എന്ന് അറിയപ്പെടുന്നത്. അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ളത് വെനറബിൾ ബീഡ് ദ മങ്ക് ഫ്രം ജാരോ ഈസ് അറ്റ് അനദർ പ്രോസ് റൈറ്റർ ഇൻ ദിസ് പീരിയഡ് നോൺ ഫോർ ഹിസ് എക്ലീസിയാസ്റ്റിക്കൽ ഹിസ്റ്ററി ഓഫ് ദി ഇംഗ്ലീഷ് റേസ് ഇൻ ലാറ്റിൻ, parts of which have become English national legends. The work is the chief authentical source of early English ഹിസ്റ്ററി. മങ്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സന്യാസി, സെയിന്റ് അങ്ങനെയൊക്കെ പറയത്തില്ലേ, അതായത് ഒരു പുരോഹിതൻ, അങ്ങനെ എടുത്താൽ മതി. അപ്പോൾ ബീഡാണ് കിങ് ആൽഫ്രഡ് കഴിഞ്ഞാൽ വേറെ ഒരു ഇമ്പോർട്ടൻ്റ് പ്രോസ് റൈറ്റർ എന്ന് പറയുന്നത് ബീഡാണ്. അദ്ദേഹത്തിൻ്റെ വർക്കായ ലാറ്റിനിൽ എഴുതപ്പെട്ടിട്ടുള്ള എക്ലീസിയാസ്റ്റിക്കൽ ഹിസ്റ്ററി ഓഫ് ഇംഗ്ലീഷ് റേസ് എന്നുള്ള ബുക്ക് എന്നുള്ള അദ്ദേഹത്തിൻ്റെ വർക്ക് എന്ന് പറയുന്നത് ഇംഗ്ലീഷ് നാഷണൽ വിച്ച് ഹാവ് ബിക്കം ഇംഗ്ലീഷ് നാഷണൽ ലെജൻഡ്സ്. ദ വർക്ക് ഈസ് ദ ചീഫ് ഓതന്റിക് സോഴ്സ് ഓഫ് ഏർലി ഇംഗ്ലീഷ് ഹിസ്റ്ററി. അതായത് ഇംഗ്ലീഷ് നാഷണൽ ലെജൻഡായിട്ട് മാറിയിട്ടുള്ള ഈ വർക്ക് എന്ന് പറയുന്നത് ഇംഗ്ലണ്ടിൻ്റെ ഏർലി ഹിസ്റ്ററി, ഇംഗ്ലണ്ടിൻ്റെ ആദ്യ ചരിത്രങ്ങളെല്ലാം വിവരിക്കുന്ന ഒരു ബുക്കാണ്. ഓക്കെ, അതാണ് അദ്ദേഹത്തിൻ്റെ വർക്കായ എക്ലീസിയാസ്റ്റിക്കൽ ഹിസ്റ്ററി ഓഫ് ഇംഗ്ലീഷ് റേസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ മൊഡ്യൂൾ 1 ഇവിടെ കംപ്ലീറ്റ് ആയി. നമ്മൾ റോമൻസ് മുതൽ നോർമൻസ് വരെ ബ്രിട്ടനെ ആക്രമിച്ച് കീഴ്പ്പെടുത്തിയവരെ കാര്യമൊക്കെ ഒന്നാമത്തെ വീഡിയോയിൽ പറഞ്ഞു. ആംഗ്ലോ സാക്സൺസ് അതിൽ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് അവരുടെ ലിറ്ററേച്ചറിനെ പറ്റി നമ്മളിവിടെ പറഞ്ഞു. അടുത്ത വീഡിയോയിൽ നമ്മൾ മിഡിൽ ഇംഗ്ലീഷ് പീരിയഡ്, അതായത് അടുത്ത മൊഡ്യൂൾ ആയിരിക്കും പറയുന്നത്. അടുത്ത മൊഡ്യൂളിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയ മിഡിൽ ഇംഗ്ലീഷ് പീരിയഡ് ആണ് അടുത്ത വീഡിയോ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ഞാൻ ഡിസ്ക്രൈബ് ചെയ്യുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടായാൽ സോറി, പക്ഷേ നോട്ട്സ് ഒക്കെ കൃത്യമാണ്. നിങ്ങൾക്ക് നോട്ട്സ് നല്ല പെർഫെക്റ്റ് ആയിട്ട് പഠിക്കാം. ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് എന്തായാലും ഉണ്ടാവും. ഓക്കെ, താങ്ക് യു.